ഇവിടെ അബാക്കസ് ക്ലാസ് എടുക്കുന്നതായിട്ട് കേട്ടു. എനിക്ക് അബാക്കസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. അബാക്കസ് എന്ന് പറയുന്നത് ബേസിക് മാത്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് അബാക്കസ് എന്ന് പറയുന്നത്. അതിനകത്ത് ബീറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ അബാക്കസിൽ വന്ന് ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനകത്തുള്ള ബീറ്റ്സിലൂടെ പെട്ടെന്ന് വന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കും എങ്ങനെ മാത്സ് ക്ലാസ്സിൽ നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെ വന്ന് ഇത് യൂസ് ആകും? എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു മെത്തഡുണ്ട്, മൈൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. മൈൻഡ് പ്രാക്ടീസ് പറയുന്നത് മെൻ്റൽ കാൽക്കുലേഷനാണ്. അതിനകത്ത് നമ്മൾ മൈൻഡിലൂടെ ഈ ടൂൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് അതിലൂടെ ഓരോ ബീറ്റ്സ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മൈൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻഡിൽ വന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താകുന്നു, ബ്രെയിൻ വന്ന് നമുക്ക് ആക്റ്റീവ് ആകണം. ഓക്കെ, ഇപ്പോൾ ബ്രെയിൻ ആക്റ്റീവ് ആകുന്ന ഇപ്പോൾ ബോഡിക്കെല്ലാം നമ്മൾ എക്സസൈസ് കൊടുക്കുന്നില്ലേ, എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡി ആക്റ്റീവ് ആകുന്നത് പോലെ തന്നെ ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ എന്താകുന്നു, കുട്ടികൾക്ക് വന്ന് മെമ്മറി പവർ ഇൻക്രീസ് ആകും. അതേപോലെ തന്നെ അവർക്ക് വന്ന് ലിസണിങ് എബിലിറ്റിയും വന്ന് പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ മാത്സും കൂടുതലും പിള്ളേർക്ക് വന്ന് മാത്സ് വന്ന് ഭയങ്കര പാടായിട്ടുള്ളതായിട്ട് പല കുട്ടികളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രയാസമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറി അവർക്ക് എളുപ്പത്തിൽ വന്ന് മാത്സ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കോൺസെൻട്രേഷൻ അവർക്ക് ഇൻക്രീസ് ആകാൻ പറ്റും. ഓക്കെ, മൈൻഡ് വന്ന് ആക്റ്റീവ് ആകും, അവർക്ക് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നതിലൂടെ അവർക്ക് എന്താകുന്നു, പെട്ടെന്ന് ചെയ്യാനുള്ള സ്പീഡിൽ വന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്. അതുമാത്രമല്ല കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ആകുമ്പോൾ അവർക്ക് എല്ലാം വന്ന് പെട്ടെന്ന് പഠിക്കാനും എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ അബാക്കസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വന്ന് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല അവർക്ക് വന്ന് കോൺസെൻട്രേഷന്, മെമ്മറി പവർ, സ്പീഡ് പിക്കപ്പ് ചെയ്ത് മാത്സ് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് അബാക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി ഇപ്പോൾ 22 × 5 അങ്ങനെ ഓരോ കാൽക്കുലേഷൻ പെട്ടെന്ന് സ്പീഡിൽ പെട്ടെന്ന് ചോദിച്ചു ഉടനെ പറയാൻ പറ്റുന്നത് അവർക്ക് പറ്റും. ഓക്കെ, 350 × 12 അങ്ങനെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ ഞാൻ എൻ്റെ മകനെ ചേർക്കാം. ഓക്കെ, താങ്ക് യു.